വെടിക്കെട്ടിന്റെ പെരുമയിൽ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരേ ഒരു പോരുള്ള അത് കാവശ്ശേരി പൂരമാണ്. ആ പൂരം കാണാൻ പോയ കാഴ്ചകളൊന്ന് കണ്ടു നോക്കണേ. കഴനി ദേശത്തിന്റെ പകൽ വെടിക്കെട്ടിന്റെ തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അത് കരിമരുന്ന് വീരന്മാർ അതിന് വേണ്ട അവസാനഘട്ട മിനുക്ക് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെടിക്കെട്ടിന്റെ പൊലിമ കേട്ടറിയാൻ വേണ്ടി ജനലക്ഷങ്ങളാട്ടോ ഒഴുകിയെത്തിയിരിക്കുന്നത്. അതിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കൂടുതലാട്ടോ ഈ വർഷം. കഴിഞ്ഞ ദിവസത്തിന്റെ വെടിക്കെട്ട് അടിപൊളിയായിരുന്നു. രക്ഷയില്ല, കാരണം നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റി, അതിന്റെ തിരികൊളുത്തൊക്കെ കാണാൻ പറ്റിയായിരുന്നു. പിന്നെ ആ പുക ഭയങ്കരമായിട്ട് നമുക്ക് കാറ്റിന്റെ വിപരീത ദിശയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഫുൾ വെടിക്കെട്ടും ഒരു കാറ്റിന്റെ പ്രശ്നം ഉണ്ടാകും കേട്ടോ. അത് കണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും പകൽ വെടിക്കെട്ടല്ലേ. പിന്നെ നല്ല റഷായിരുന്നു കേട്ടോ. അടുത്ത് കാവശ്ശേരി വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നല്ല റഷായിരുന്നു. അതോടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ എക്സ്റ്റുഡൻസ് എന്ന് പറയാം, ജസ്റ്റ് ഇപ്പോൾ പാസ് ഔട്ടായ ബാച്ചിൽ നമ്മുടെ പിള്ളേരെ അവിടെ കണ്ടു. അങ്ങനെ അർജുനും ടീമൊക്കെ അവിടെ നിൽക്കണം കേട്ടോ. പിന്നെ അമ്മയുടെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് പിന്നെ അമ്മയുടെ കൂടെ ആയി പിന്നെ അടുത്തുള്ള യാത്രയുടെ മൊത്തം.
ഒന്നും പറയാനില്ല മക്കളെ. കാവശ്ശേരി പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ടിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വെടിക്കെട്ട്. ഇത് ജസ്റ്റ് കണ്ണൻ ചിമ്പിക്കുന്ന ഒരു വെടിക്കെട്ട് മാത്രം. ഇതെല്ലാം എങ്ങനെയാണെങ്കിൽ രാത്രിയിലെ വെടിക്കെട്ട് എന്തായിരിക്കും ദൈവങ്ങളെ. അപ്പോൾ ഒന്നും മിസ് ചെയ്യണ്ട, കണ്ടിട്ട് പോയാൽ മതി എല്ലാവരും തന്നെ. ഈ റഷ് അത്രയും കണ്ട ഈ പാലക്കാട് ജില്ലയുടെ പല പല കോണിൽ നിന്നും അതിനപ്പുറത്തും മലപ്പുറത്തും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടു നിന്നൊക്കെ ജനപ്രളയം ഇങ്ങോട്ട് ഒഴുകി എത്തിയതിന് കാരണം എൻ്റെ പൊന്നുമക്കളെ മറ്റൊന്നുമല്ല, കാവശ്ശേരി പൂരത്തിൻ്റെ വെടിക്കെട്ട് മാത്രമാണ്. അപ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും പൂരപ്രേമികൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു വേലയായി മാറിക്കഴിഞ്ഞു കാവശ്ശേരി പൂരം. ഈ തിരക്കിൽ നിന്ന് വിശ്രമിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ അർജുൻ്റെ വീട്ടിൽ പോയിട്ട് അർജുൻ്റെ വീട്ടിൽ അവിടെ നല്ല ട്രീറ്റായി ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും നല്ല ട്രീറ്റായി ഞങ്ങൾക്ക് തന്നത്. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം കാവശ്ശേരി പൂരത്തിന് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ടി വിയിൽ. അത് കുറച്ച് നേരം കണ്ടുവന്നിട്ടോ. അതിന് ശേഷം കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നല്ല ഗംഭീര ഫുഡായിരുന്നു തന്നിട്ടോ. അതെല്ലാം ഞങ്ങൾ അവോളം കഴിച്ച് വിശപ്പൊക്കെ അടക്കി. അങ്ങനെ താങ്ക്സ് ഫോർ യുവർ ഫാമിലി അർജുൻ. അങ്ങനെ അവിടെ ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ വീണ്ടുമാണ് പൂരപ്പറമ്പിലോട്ട് ചെന്നു കേട്ടോ. അവിടുത്തെ വൈകുന്നേരത്തെ വെടിക്കെട്ട് നമുക്കിനി കണ്ടു നോക്കാം. അതാണ് 1.5 വെടിക്കെട്ട് കേട്ടോ. ഇത് കണ്ടിട്ട് മതി ബാക്കിയുള്ള പരിപാടികൾ മക്കളെ.